നിത്യ, കാര്യങ്ങളൊക്കെ അല്പം മുമ്പാണ് ഞാൻ അറിയുന്നത്. ഇതൊക്കെ മറച്ചു വെച്ചതിൻ്റെ പേരിൽ അമ്മയെ വേണമെങ്കിൽ കുറ്റപ്പെടുത്താം. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് തന്നെ വല്ലാതെ സ്നേഹിക്കുന്നൊരമ്മയെ ഞാൻ കാണുന്നുണ്ട്. സ്വന്തം മകനെ തള്ളി പറഞ്ഞു തന്നെ സ്നേഹിക്കുകയും ചെയ്യുന്നൊരമ്മ. അത് അങ്ങനെ ആർക്കും കിട്ടുന്നൊരു ഭാഗ്യമൊന്നുമല്ല. എന്റെ ഭാഗ്യത്തെക്കുറിച്ച് ഹരി പറയുമ്പോ എനിക്ക് ചിരിയാ വരുന്നത്. ഭാഗ്യം, ആ വാക്കിന്റെ അർത്ഥം പോലും എന്റെ കാര്യത്തിൽ നേരെയാവില്ല. ഇതിനിപ്പോൾ എന്താ ഒരു പരിഹാരം എന്ന് ചോദിച്ചാൽ സത്യമായിട്ട് എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ വിവാഹം കഴിഞ്ഞു എന്ന് മക്കൾ വിശ്വസിക്കുന്നുണ്ട്. വീണയെ വിശ്വസിപ്പിക്കണം. അവൾ ഇവിടുന്ന് പോയേ പറ്റൂ. പിന്നെ ജീവൻ. എല്ലാ പ്രശ്നങ്ങളും തൽക്കാലം ഒന്ന് ഒഴിവാക്കാൻ 1-2 ദിവസം നിത്യ ഈ താലി ഒന്ന് കഴുത്തിലിട്ടേ പറ്റൂ. ഇല്ല ഹരി, ജീവൻ എന്നും എന്നെ വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ. എന്നെ കൊല്ലാനുള്ള മുഹൂർത്തം അയാൾ എന്നും തെരഞ്ഞിരുന്നത്. തിരിച്ച് അയാളുടെ ജീവിതത്തിലേക്ക് ചെന്ന പിന്നെ ഞാനില്ല. എല്ലാം എനിക്കറിയാം. ഒരു പക്ഷെ അയാൾ ജീവിച്ചിരിപ്പില്ലായിരുന്നെങ്കിലും ഞാൻ ഹരിയെ സ്നേഹിക്കുമായിരുന്നു. ഹരിയുടെ കൂടെ ഒരു ജീവിതം ഞാൻ ആഗ്രഹിക്കുമായിരുന്നു. പക്ഷെ അതിന് വിധിയില്ലല്ലോ. ഹരി എന്നോട് പൊറുക്കണം. ഒരിക്കലും തകർന്നു പോയ നിങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ പരിഹസിച്ചു, ഇല്ലാതാക്കി. അതൊക്കെ വിട്ടുകളാ. നടുകടലിൽ കിടക്കുന്ന 2 പേര് ഈ വെള്ളത്തിൻ്റെ ആഴത്തെക്കുറിച്ച് പരസ്പരം സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഒന്നിച്ചൊന്ന് നീന്തി നോക്കാം, അല്ലെങ്കിൽ ഒരുമിച്ചങ്ങ് മുങ്ങിത്താഴാം. എത്രയോ കാലമായിട്ട് നമ്മൾ അടുത്ത സുഹൃത്തുക്കളാ, സങ്കടങ്ങൾ പരസ്പരം പറയുന്നവരാ. ആ ഒരു പരിഗണനയിലെങ്കിലും നിത്യ ഇത് വീണ്ടും അണിയണം. ഈ പ്രശ്നങ്ങളൊന്ന് തീരുന്നത് വരെയെങ്കിലും ഇതെൻ്റെ ഒരു അപേക്ഷയാണ്. ഇനി തീരുമാനം നിത്യയുടേതാ. അഭിനയിച്ചു തുടങ്ങിയവരല്ലേ നമ്മള്. ഇനി ഇത് പൂർത്തിയാക്കിയല്ലേ പറ്റൂ. തന്നിക്ക്
ദൈവം പോലും നമ്മളെ പരിഹസിക്കുന്നുണ്ടായിരിക്കും അല്ലേ? എനിക്കറിയില്ല. ജീവിതം എനിക്ക് വളരെ ഗൗരവമുള്ളതായിരുന്നു. പക്ഷേ എനിക്കിപ്പോ ഈ ജീവിതം വേറൊരു കളിതമാശ പോലെ, വെറും തമാശ. നിത്യയും ഹരിയും കല്യാണം കഴിച്ചു എന്ന് പറയുന്നതിൽ വാസ്തവമുണ്ടോ? എന്നെ ഒഴിവാക്കാൻ വേണ്ടി അവരൊരു നാടകം കളിക്കുന്നതല്ലേ? നിത്യയ്ക്ക് ജീവനെ ഒഴിവാക്കണം, ഹരിക്ക് എന്നെ ഒഴിവാക്കണം. ഇപ്പൊ ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ പാടില്ല. ഈ സ്വത്ത് മുഴുവൻ എനിക്ക് നഷ്ടപ്പെടും. അതുണ്ടാവാൻ പാടില്ല. വേണ്ട, ഇവിടെ തന്നെ അകത്ത് കയറിക്കൂടുന്നതാണ് നല്ലത്. പുറത്തേക്കുള്ള വഴി ഇതല്ലല്ലോ. അല്ല, ഇവള് യാത്ര പറഞ്ഞ് ഇറങ്ങിയതല്ലേ? ഇവനെ നീ ഇതുവരെ പോയില്ലേ? ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് വ്യക്തമായ തീരുമാനമുണ്ടാവാതെ ഞാൻ ഇവിടുന്ന് ഇറങ്ങില്ല. പുറത്തു പോയി വേണമെങ്കിൽ എനിക്ക് പോലീസിനോട് പരാതി പറയാം. പക്ഷേ അതിനേക്കാൾ നല്ലത് ഞാൻ അകത്തുണ്ടെന്ന് നിങ്ങൾ പോയി പരാതിപ്പെടുന്നത്. കണ്ടുപിടിക്കേണ്ടതൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം. ആശം പിടിക്കാനായിട്ട് നമ്മുടെ സർവനാശം കണ്ടിട്ട് അവളിവിടുന്ന് പോകൂ. ഇനി ഇതിൽ കൂടുതൽ എന്താ നശിക്കാനുള്ളത് അമ്മാവ? അവസാനിക്കുന്നത് അവളുടെ കൈ കൊണ്ടാണെങ്കിൽ അതും ആയിക്കോട്ടെ. നിത്യ, ഹരിയേട്ടന്റെ പേരില് എന്റെ അച്ഛൻ എത്ര സമ്പത്ത് എഴുതി വെച്ചിട്ടുണ്ടെന്ന് നിനക്കറിയാമോ? എനിക്ക് ഞങ്ങളുടെ സ്വത്തിന്റെ കണക്കൊന്നും അറിയില്ല. പക്ഷേ കൊള്ളാവുന്നൊരു തുകയുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാ. ആ കണക്ക് ബോധ്യപ്പെട്ടിട്ടാണോ നീ ഹരിയെ സ്നേഹിച്ചതെന്നറിയാനാ. നിന്നെയൊക്കെ സമ്മതിക്കണം. അല്പ ഉറക്കെ സ്വത്തിനെക്കുറിച്ച് ഞാൻ സംസാരിച്ച എന്റെ പേര് അത്യാഗ്രഹിയെന്ന. പക്ഷേ ഒതുങ്ങിക്കൂടിയിരുന്ന് നീ അത് കൈവശപ്പെടുത്തിയാൽ അതിന്റെ പേര് തറവാടുത്തോന്നു. ഞാൻ നല്ല വസ്ത്രങ്ങൾ അണിയോ പുറത്തിറങ്ങിയോ ചെയ്ത അത് വശീകരണം. നീ തലകുനിച്ച് നടന്ന ആണൊരുത്തനെ കീഴടക്കിയ അതിന്റെ പേര് ലാളിത്യം. അതാ ഞാനും നീയും തമ്മിലുള്ള വ്യത്യാസം. അല്ല, നീ ഒരു ടീച്ചറല്ലേ? ഞാനൊരു സംശയം ചോദിച്ചാ നീ അത് പറഞ്ഞു തരൂ. സത്യത്തിൽ നീയാണോ മോശം അതോ ഞാനോ? പറയടി. സ്വന്തം ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോ മറ്റൊരുത്തന്റെ സമ്പാദ്യം കണ്ട് അവനെ താലി കെട്ടാൻ വേണ്ടി അവനെ കഴുത്ത് നീട്ടിക്കൊടുത്ത നീയാണോ മോശം അതോ ഞാനോ? ഈ വീട്ടിലുള്ളവര്, നിന്റെ വീട്ടിലുള്ളവര്
നിങ്ങൾക്ക് ചുറ്റുമുള്ളവര് അവരെല്ലാം പറയും ദാ ഇരിക്കുന്നു നിത്യ ടീച്ചർ, ത്യാഗത്തിന്റെ പ്രതിരൂപം. ഇതിനേക്കാൾ നല്ലൊരു പെണ്ണ് ഭൂമിയിൽ വേറെ ഇല്ലെന്ന്. പക്ഷെ സത്യം അതാണോ? നീ ഈ സ്വഭാവം മുമ്പേ കാണിച്ചിട്ടുണ്ടാവും. നീ നിന്റെ ഭർത്താവിനെ മുമ്പേ ചതിച്ചിട്ടുണ്ടാവും. നിന്നെപ്പോലുള്ളവർക്ക് അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ പറ്റില്ലടി. നിഷ്കളങ്കതയുടെ മുഖംമൂടിയിട്ട് നാട്ടിലുള്ള മുഴുവൻ ആണുങ്ങളുടെയും മനസ്സിലാക്കി നീയൊക്കെ ഇങ്ങനെ നടക്കും. ഓക്കെ, ഇപ്പൊ അത്യാവശ്യം ജീവിക്കാൻ ചുറ്റുപാടുള്ള ഹരി നിന്റെ ഭർത്താവ്. എന്നിട്ട് നിന്റെ മുഖത്തെന്താ സന്തോഷമില്ലാത്തത്? ഓ, 2 ഭർത്താക്കന്മാരെ ഒന്നിച്ചെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമെന്നായിരിക്കും. നിന്നെപ്പോലെ ഒരുത്തിക്ക് അതിന് വലിയ ബുദ്ധിമുട്ടൊന്നും കാണില്ല. ഒരു കാര്യം ചെയ്യും, 2 പേരെയും വിളിച്ച് അപ്പുറം ഇപ്പുറം ഇരുത്തി ഒരു മധ്യസ്ഥനാക്ക്. എന്നിട്ട് ഒരാളെ പകലും ഒരാളെ രാത്രിയും ഭർത്താവാക്കിയാ മതി. അതിനും നീ മടി കാണിക്കത്തില്ല. അങ്ങനെ നിന്നെ 2 പേരുടെ മുറിയിലെത്തിക്കാൻ നിന്റെ അമ്മായിയമ്മയുണ്ടല്ലോ, ആ വൃത്തികെട്ട തള്ള, അതിനും മടിക്കത്തില്ല. ഈ നിൽക്കുന്നതേ എന്റെ ഭാര്യ. അവളെ ആക്ഷേപിച്ച ഞാൻ സഹിക്കില്ല. ഇടയ്ക്കിടയ്ക്ക് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഓർമ്മിപ്പിക്കണം, ഇതെന്റെ ഭാര്യയാണ്, ഇതെന്റെ ഭർത്താവാണെന്ന്. ഇല്ലെങ്കിൽ മറന്നു പോവും. ആര് തമ്മിലാ ഭാര്യയും ഭർത്താവായിട്ട് ജീവിക്കേണ്ടതെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കി തന്നിട്ടേ ഞാൻ പോവുള്ളൂ. പേടിക്കണ്ട. ഇതുവരെ കേൾക്കാത്തതെല്ലാം കേട്ടു തുടങ്ങി. മുഖത്ത് നോക്കി തന്നെ വിളിച്ചു നാണോ മാനോ ഇല്ലാത്തവളെന്ന്. എടാ അതങ്ങ് വിട്ടുകളാ, പോട്ടെ. അവക്കിപ്പോ എന്തും പറയാൻ കിട്ടിയ ഒരു അവസരമാ. അവളങ്ങ് പറഞ്ഞോട്ടെ. അവള് പറഞ്ഞു എന്ന് വെച്ച് അവള് ജീവിതൊന്നും ആവില്ലല്ലോ. മനുഷ്യർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായാലും ദൈവത്തിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കേട്ടോടാ.
പൂ അമ്മ എന്തെങ്ങ് പോന്നേ? അവിടെ ഇത്രയും വലിയൊരു ആഘോഷം നടക്കുമ്പോൾ ഒരാൾ മരിച്ചു പോകുമ്പോൾ ബാക്കിയുള്ളവരുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണമല്ലോ. ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ എനിക്കാരെയും കുറ്റം പറയാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഞാൻ വഴിമാറി കൊടുത്തല്ലേ പറ്റൂ. ഞാൻ വഴിമാറി കൊടുക്കാം. വഴിമാറി കൊടുത്തല്ലേ പറ്റൂ. ഇത് കണ്ടോ, ഈ പൂക്കള് ഇന്നത്തെ ആനിവേഴ്സറി ദിനത്തില് അവരുടെ കിടക്ക അലങ്കരിക്കാനുള്ളതാ. അത് വേണം. എൻ്റെ മനസ്സിലെ എല്ലാം ഒന്ന് ഉറക്കണ്ടേ. അവർക്ക് ആശംസകൾ പറഞ്ഞ് അവരുടെ ബെഡ്റൂം ഞാൻ തന്നെ അലങ്കരിച്ച് കൊടുക്കണം, അല്ലേ അമ്മേ? അമ്മ പേടിക്കണ്ട, എല്ലാം അവസാനിക്കാൻ പോവാ. എല്ലാം നല്ല ഗംഭീരമായിട്ട് അവസാനിക്കും. Viष्णु